സൂര്യദേവനായ റ ആകാശത്തേക്ക് വരുന്നതിന് മുമ്പുള്ള കാലത്ത് ലോകം അനന്തമായ സന്ധ്യയുടെ മൂടുപടത്തിൽ കിടന്നിരുന്നു. താൻ സ്പർശിക്കുന്ന ദേശങ്ങളിൽ ഊഷ്മളതയും ജീവനും നൽകി പ്രകാശത്തിൻ്റെ ദേവനായ രാ ഭൂമിയിലുടനീളം അലഞ്ഞു. അപ്പോൾ ആകാശം നിഴലുകളുടെ ഒരു സാമ്രാജ്യമായി തന്നെ തുടർന്നു. ഇരുട്ടിൻ്റെ മഹാസർപ്പമായ അപ്പപ്പ് അപ്പോൾ ആകാശത്തെ ഭരിച്ചു. ദുഷ്ടനായ അവൻ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ വിഴുങ്ങുകയും ലോകത്തെ ഇരുട്ടിൽ പൊതിയുകയും ചെയ്തിരുന്നു. ഇരുട്ടിൽ ആ മഹാസർപ്പത്തിൻ്റെ തണലിൽ വിളകൾ കരിഞ്ഞുണങ്ങി. പ്രതീക്ഷകൾ നശിച്ച ജനങ്ങൾ സൂര്യദേവൻ്റെ പ്രകാശം നീങ്ങുന്ന സമയം, പ്രപഞ്ചത്തിൽ ഇരുട്ട് മൂടുന്ന സമയം ആളുകൾ വീട് വിട്ടിറങ്ങാൻ ഭയന്നു. ഓരോ രാത്രിയും ആകാശത്തേക്ക് വെളിച്ചം കൊണ്ടുവരാൻ അവർ റായോട് പ്രാർത്ഥിച്ചു. റാ അവരുടെ നിലവിളി കേട്ടു. അപ്പപ്പിനെ വെല്ലുവിളിക്കാൻ താൻ സ്വർഗത്തിലേക്ക് കയറണമെന്ന് റാ തീരുമാനിച്ചു. എന്നാൽ നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര അപകടമായിരുന്നു. കാരണം അങ്ങോട്ടുള്ള ഒരേ ഒരു പാത എറ്റേണൽ അസൻറ്റ് പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. ഏറ്റവും അധികം ഉയരമുള്ള ആ കൊടുമുടി കയറുക എന്നത് നിസ്സാര കാര്യമല്ല. പർവ്വതം ആകാശം തുളച്ച് അപ്പുറമെത്തിയിരുന്നു. ദൈവങ്ങളുടെ അനുഗ്രഹവും ജനങ്ങളുടെ ധൈര്യവും ഉള്ളിൽ നിറച്ച് റാ തൻ്റെ കയറ്റം ആരംഭിച്ചു. അവൻ നൂറ്റാണ്ടുകൾ മല താണ്ടി. റാ മുകളിലേക്ക് കയറും തോറും ലോകം ഇരുട്ടിൽ നിറയാൻ തുടങ്ങി. അപ്പം അവൻ്റെ സാമീപ്യം മനസ്സിലാക്കുകയും സ്വർഗത്തെ ചുറ്റിപ്പറ്റി കൂടുതൽ ദേഷ്യത്തോടെ നക്ഷത്രങ്ങളെ വിഴുങ്ങുകയും ചെയ്തു. കാറ്റ് അലറി, നിഴലുകൾ നൃത്തം ചെയ്തു. റായെ തടയാൻ അവൻ നിരവധി ഭീകരരൂപികളെ അവനെതിരെ പറഞ്ഞുവിട്ടു. എന്നിട്ടും അവൻ്റെ പ്രകാശം അചഞ്ചലമായി. റാ തൻ്റെ വടി ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ ശക്തമായ പ്രകാശത്തിൽ ഇരുട്ടിൻ്റെ ഭീകരസത്വങ്ങൾ ധൂളിയായി മാറി. പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ റാ അപ്പപ്പുമായി മുഖാമുഖം കണ്ടു. സർപ്പത്തിൻ്റെ കണ്ണുകൾ കറുത്ത സൂര്യനെപ്പോലെ ജ്വലിച്ചു. സർപ്പം അതിശക്തിയായി ചീറ്റി. അത് ശൂന്യതയുടെ ശബ്ദമായിരുന്നു. നിനക്കെന്നെ വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടോ? അപ്പപ്പ് അലറി. അതിൻ്റെ ശബ്ദം ആകാശത്ത് പ്രതിധ്വനിച്ചു. ഞാൻ നക്ഷത്രങ്ങളെ ഭക്ഷിക്കുന്നവനാണ്. പ്രകാശത്തിൻ്റെ അവസാനമാണ്. എൻ്റെ ശാശ്വതമായ അന്ധകാരത്തിനെതിരെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല റാ. കൈകളിൽ ജ്വലിക്കുന്ന സ്വർണ്ണവടിയിൽ റാ ഉറച്ചു നിന്നു. അപ്പേ, നിന്റെ അന്ധകാരം വിശാലമായിരിക്കാം, പക്ഷെ അതിന് സത്യത്തെ വിഴുങ്ങാൻ കഴിയില്ല. സത്യം പ്രകാശിക്കുന്നിടത്ത് വെളിച്ചമുണ്ടാകും. നിഴലുകളിൽ നിന്ന് സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ദേവതയായ മാത്ത് ഉയർന്നു വന്നു. അവളുടെ തൂവലുകളുള്ള ചിറകുകൾ പ്രഭാതത്തിൻ്റെ നിറങ്ങളാൽ തിളങ്ങി. അവൾ റായുടെ തോളിൽ കൈവച്ചു. ശക്തിയിൽ അവനെ ആശ്വസിപ്പിച്ചു. ചെല്ല് റാ, നിന്റെ പ്രകാശം സർപ്പത്തിൻ്റെ അന്ധകാരത്തെയും അവൻ്റെ വഞ്ചനയെയും തുളച്ചു കയറട്ടെ. തൻ്റെ ഉള്ളിലെ പ്രകാശത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി റാ തൻ്റെ വടിയുയർത്തി. ഏതൊരു നക്ഷത്രത്തെക്കാളും തിളങ്ങുന്ന അവൻ്റെ തിളക്കം ആകാശം നിറഞ്ഞു. അപ്പപ്പ് അതിശക്തമായ പ്രകാശത്തിൽ ശ്വാസം മുട്ടി. റായെ വിഴുങ്ങാൻ അത് ഭീകരമായി വാതുറന്നു. എന്നാൽ റായയുടെ പ്രകാശം കൂടുതൽ ചൂടോടെ ജ്വലിച്ചു. ശുദ്ധമായ സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങളാൽ സർപ്പത്തെ അടിച്ചു. അപ്പപ്പ് വലയുകയും അതിഭീകരമായി അവൻ്റെ വലിയ വാൽ നക്ഷത്രങ്ങളെ തകർക്കുകയും ചെയ്തു. വർദ്ധിച്ച കോപത്തോടെ നക്ഷത്രങ്ങളെയും ഭൂമിയെയും സ്വർഗത്തെയും അപ്പാടെ വിഴുങ്ങുവാനായി അവനവൻ്റെ വലിയ വാ തുറന്നു. രാ ഒന്ന് പതറിയെങ്കിലും ശക്തമായി തന്നെ തിരിച്ചടിച്ചു. യുദ്ധം രൂക്ഷമായി. ഓരോ പ്രഹരത്തിലും റായുടെ കിരണങ്ങൾ സർപ്പത്തിൻ്റെ ചുരുളുകളിൽ തുളച്ചു കയറുകയും അതിൻ്റെ ഇരുണ്ട ശക്തിയെ അഴിച്ചു മാറ്റുകയും ചെയ്തു. ഒടുവിൽ അതിശക്തമായൊരു നിലവിളിയോടെ റാ തൻ്റെ മുഴുവൻ തേജസ്സും അഴിച്ചുവിട്ടു. അതിശക്തമായൊരു സൂര്യാഘാതം രാത്രിയെ തകർത്തു. പരാജയപ്പെട്ട് അപ്പപ്പ് പിന്മാറി. അതിൻ്റെ ശരീരം നിഴലുകളായി അലിഞ്ഞു ചേർന്നു. അത് പ്രപഞ്ചത്തിൻ്റെ വിദൂര കോണിലേക്ക് ഓടിപ്പോയി. അതിൻ്റെ സ്ഥാനത്ത് റാ ആകാശത്തേക്ക് ഉയർന്നു. അവൻ്റെ സ്വർണ്ണരൂപം ആദ്യത്തെ സൂര്യനായി ജ്വലിച്ചു. ആ ദിവസം മുതൽ റാ ആകാശത്തിലൂടെ സഞ്ചരിച്ചു. താഴെയുള്ള ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. ഓരോ പ്രഭാതത്തിലും അവൻ പുതുതായി ഉയർന്നു. അഗാധമായ ഇരുട്ടിന് പോലും സത്യത്തെയും വെളിച്ചത്തെയും നേരിടാൻ കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തൽ. സൂര്യൻ മറയുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി. ഭൂമിയെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ചു. ആളുകൾ സന്തോഷിച്ചു. റായുടെയും മത്തിൻ്റെയും ബഹുമാനാർത്ഥം ക്ഷേത്രങ്ങൾ ലോകങ്ങളിൽ പണിതു. അവരുടെ ധൈര്യവും വിവേകവും അവരെ നിത്യരാത്രികളിൽ നിന്നും രക്ഷിച്ചു. അപ്പപ്പിപ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഇരുണ്ട അദൃശ്യ കോണുകളിൽ താമസിച്ചു. അതതിൻ്റെ തിരിച്ചുവരവിന് പദ്ധതി ഇട്ടുവെങ്കിലും അവർ സത്യത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം റായുടെ വെളിച്ചം എപ്പോഴും ജയിക്കുമെന്ന് ആളുകൾ അറിഞ്ഞിരുന്നു. എന്നാൽ ആളുകളെപ്പോലെ ദൈവങ്ങൾക്കും പ്രായമാകാം. കാലം കഴിയുന്തോറും റായുടെ രൂപത്തിൽ പ്രായം വന്നു തുടങ്ങി. അനശ്വരനായിട്ടും അവൻ്റെ ശരീരം പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഈജിപ്തിലുടനീളം ആ വാർത്ത പരന്നു. മഹാനായ സൂര്യദേവന് വയസ്സായി.
റാ ദയയും നീതിയുമുള്ള ഭരണാധികാരിയായിരുന്നു. എന്നാൽ ചില ആളുകൾക്ക് ഒരു പഴയ ദൈവം തങ്ങളുടെ രാജാവായിരിക്കാൻ ആഗ്രഹിച്ചില്ല. അവരിൽ കുറച്ചുപേർ റായുടെ ശക്തി ഇഷ്ടപ്പെടാത്തവർ ഗൂഢാലോചന നടത്താൻ തുടങ്ങി. റായെ ഒഴിവാക്കി മറ്റൊരാളെ രാജാവാക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ റാ വെറുമൊരു ദൈവമായിരുന്നില്ല. അവന് എല്ലാം കാണാനും കേൾക്കാനും മനുഷ്യരുടെ ചിന്തകൾ പോലും മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു. ചെറിയ രഹസ്യങ്ങൾ പോലും അവൻ മനസ്സിലാക്കിയിരുന്നു. ആളുകൾ തന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അവൻ അറിഞ്ഞു. അതവനെ വളരെയധികം വേദനിപ്പിച്ചു. റാ എല്ലായ്പ്പോഴും മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ വഞ്ചന അവനെ രോഷാകുലനാക്കി. റായ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. മറ്റെല്ലാ ദൈവങ്ങളുമായി ഒരു യോഗം വിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ദേവന്മാർ എത്തിയപ്പോൾ റാ അവരോട് പറഞ്ഞു, നന്ദികെട്ട മനുഷ്യരോട് തനിക്ക് എത്രമാത്രം ദേഷ്യവും സങ്കടവും ഉണ്ടെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ദേവന്മാർ അത് കേട്ടു. അവരും കോപിതരായി. തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യർ എങ്ങനെ വഞ്ചിക്കും? അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ആ ഉപദേശത്തിനായി ദേവന്മാരിൽ ഏറ്റവും പ്രായമുള്ളവനും ബുദ്ധിമാനും നീതിമാനുമായ സമുദ്രദേവനായ ന്യൂവിലേക്ക് തിരിഞ്ഞു. ന്യൂവിനോട് റാ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ കണ്ണീരിൽ നിന്നാണ് മനുഷ്യൻ ജനിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അവർക്ക് ജീവൻ നൽകി. അവർ എനിക്ക് പ്രതിഫലം നൽകുന്നത് ഇങ്ങനെയാണോ? എനിക്ക് പ്രായമായതിനാൽ അവർ എൻ്റെ സിംഹാസനം എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോഴും ശക്തനാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഈ നന്ദികെട്ട മനുഷ്യരെ ശിക്ഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ന്യൂ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, റാ, നിന്റെ ദേഷ്യം തികച്ചും ന്യായമാണ്. നീ എല്ലാ ദൈവങ്ങളിലും ശ്രേഷ്ഠരാണ്. അവരുടെ സൃഷ്ടാവായ നിന്നോട് ഇങ്ങനെ പെരുമാറാൻ മനുഷ്യർക്ക് അവകാശമില്ല. അവരുടെ അനുസരണക്കേടിന് നിങ്ങളവരെ ശിക്ഷിക്കണം. നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവരെ നശിപ്പിക്കാൻ നിങ്ങളെ അഗ്നിയാൽ ജ്വലിക്കുന്ന കണ്ണ് ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ ശക്തി അവരെ കാണിക്കൂ. അത് കേട്ട് മറ്റ് ദേവന്മാർ ആഹ്ലാദിച്ചു. ന്യൂ പറഞ്ഞത് ശരിയാണ്, അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഈ മനുഷ്യർ ശിക്ഷിക്കപ്പെടണം. നമ്മൾ അവരോടിപ്പോൾ ക്ഷമിച്ചാൽ അവർ വീണ്ടും നമ്മളെ ഒറ്റിക്കൊടുക്കും. അവർക്ക് ഒരിക്കലും മറക്കാത്തൊരു പാഠം അവർ പഠിക്കണം. റാ തലയാട്ടി. അവൻ്റെ ജ്വലിക്കുന്ന കണ്ണ് കൂടുതൽ ശക്തിയായി തിളങ്ങി തുടങ്ങി. ദൈവങ്ങളുടെ ക്രോധം മനുഷ്യരാശിയെ കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. അതിനാൽ താഴെയുള്ള നന്ദികെട്ട മനുഷ്യരുടെ മേൽ തൻ്റെ ഉജ്ജ്വലമായ നീതി അഴിച്ചുവിടാൻ മഹാനായ സൂര്യദേവൻ തയ്യാറായി. മനുഷ്യകുലത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച റാ തൻ്റെ മകളായ ഹാത്തോറിനെ വിളിച്ചു. അന്നുവരെ ഹാത്തോർ സ്നേഹമയിയും കരുണാമയിയുമായ ഒരു ദൈവമായിരുന്നു. പിതാവിൻ്റെ സങ്കടം കണ്ട് അതീവ ദുഃഖിതയായ ഹാത്തോർ ചോദിച്ചു, അച്ഛാ, എന്താണ് അങ്ങയെ അസ്വസ്ഥനാക്കുന്നത്? നീ എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? എന്താണ് അങ്ങയുടെ ഈ കോപത്തിനുള്ള കാരണം? അവൾ ചോദിച്ചു. അവളുടെ ശബ്ദം ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലെ മൃദുവാണെങ്കിലും അക്രമത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറഞ്ഞതായിരുന്നു. റാ തന്നെ പരിഹസിക്കുന്ന മനുഷ്യരെ നോക്കി. പിന്നെ തൻ്റെ മകളെയും നോക്കി. പോകൂ ഹാത്തോർ, അവൾ കൽപ്പിച്ചു. തങ്ങളുടെ സൃഷ്ടാവിനെ വെല്ലുവിളിക്കാനും പരിഹസിക്കാനും ധൈര്യപ്പെടുന്നവരെ ശിക്ഷിക്കുക. എൻ്റെ ക്രോധത്തിൻ്റെ ഫലം അവർ അനുഭവിക്കട്ടെ. നന്ദികെട്ട മനുഷ്യരറിയട്ടെ തൻ്റെ സൃഷ്ടാവിനെ വെല്ലുവിളിച്ചാൽ എന്തു സംഭവിക്കുമെന്ന്. ഹാത്തോർ ഭൂമിയിലേക്ക് ഇറങ്ങി. ആദ്യം ശക്തമായൊരു ചുഴലിക്കാറ്റായി അവൾ മാറി. അവളുടെ കണ്ണുകൾ ദിവ്യക്രോധത്തിൽ ജ്വലിച്ചു. എന്നാൽ അവൾ ഭൂമിയെ സ്പർശിച്ചപ്പോൾ അവൾ യുദ്ധത്തിൻ്റെയും നാശത്തിൻ്റെയും സിംഹത്തലയുള്ള ദേവതയായ സെഗ്മെറ്റായി രൂപാന്തരപ്പെട്ടു. അതിഭയങ്കരിയായ ഒരു പെൺസിംഹം. അവളുടെ ശ്വാസം നദികളെ നീരാവിയാക്കി വറ്റിച്ചു കളഞ്ഞു. അവൾ മനുഷ്യരാശിയുടെ മേൽ അവളുടെ ക്രോധം അഴിച്ചുവിട്ടു. അവൾ തൻ്റെ പിതാവിനെതിരെ ഗൂഢാലോചന നടത്തിയ ആളുകൾ ഓടി ഒളിക്കുന്നത് കണ്ടു. അവരുടെ മേൽ ചാടി വീണ ഹാത്തോർ അവരെ കടിച്ചു കീറി അവരുടെ ശരീരം ചിന്ന ഭിന്നമാക്കി. അവളുടെ ക്രോധത്തിന് കീഴിൽ ഗ്രാമങ്ങൾ നിശബ്ദമായി. ധിക്കാരികളുടെ രക്തത്താൽ വയലുകൾ ചുവന്നു. മനുഷ്യർ തങ്ങളുടെ വിഡ്ഢിത്തം വളരെ വൈകിയാണെങ്കിലും മനസ്സിലാക്കി. അവർ ഭയന്ന് ഓടിപ്പോയി. അപ്പോഴേക്കും ഹാത്തോർ വളരെ നിസ്സഹായയായി തീർന്നിരുന്നു. കാര്യങ്ങളപ്പോൾ കൈവിട്ടു പോയിരുന്നു. പ്രതികാരത്തിനായുള്ള അവളുടെ ദാഹം അടങ്ങാത്തതായിരുന്നു. നാശത്തിൽ അവളുടെ ആനന്ദം വർദ്ധിച്ചു. മനുഷ്യരുടെ രക്തം പാനം ചെയ്ത് അവൾ നരഭോജിയായ ഒരു സിംഹിണിയായി മാറിക്കഴിഞ്ഞു. അവൾ മുമ്പിൽ കാണുന്ന എല്ലാവരെയും നിഷ്കരണം കടിച്ചു കീറി കൊല്ലുവാൻ തുടങ്ങി.
അതിൽ ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ നോട്ടമില്ലാതെ കണ്ണിൽ കാണുന്നവരെയെല്ലാം അവൾ കടിച്ചു കീറി ഭക്ഷിക്കാനും അവരുടെ രക്തം പാനം ചെയ്യാനും തുടങ്ങി. സ്വർഗത്തിലെ തൻ്റെ സ്വർണ്ണ സിംഹാസനത്തിൽ നിന്ന് റാ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആ കാഴ്ച കണ്ട് തൃപ്തനായെങ്കിലും അധികം വൈകാതെ അയാൾക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങി. ഹാത്തോറിൻ്റെ ആക്രമണം അവസാനിക്കുന്നതിൽ ലക്ഷണമൊന്നും കാണിച്ചിരുന്നില്ല. റാ എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പാവപ്പെട്ട ജനങ്ങളുടെ കരച്ചിലും നിലവിളിയും റായുടെ കാതിലെത്തി. അവരെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ. തൻ്റെ തീരുമാനം തെറ്റായി പോയിരുന്നുവെന്ന് റായ്ക്ക് മനസ്സിലായി. ഏതാനും കുറച്ച് മനുഷ്യരുടെ തിന്മയ്ക്ക് ബാക്കിയുള്ള നിഷ്കളങ്കരായ മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ റായുടെ കയ്യിൽ നിന്നും പോയിരുന്നു. ദേവി മനുഷ്യരെ കൊല്ലുന്നതിൽ ആനന്ദിച്ചു. അവളുടെ ചിരി വിജനമായ ദേശങ്ങളിൽ പ്രതിധ്വനിച്ചു. റാ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. അപ്പോൾ റാ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അവൻ തൻ്റെ പുരോഹിതന്മാരോട് വലിയ അളവിൽ മദ്യമുണ്ടാക്കാൻ ആജ്ഞാപിച്ചു. അതിൽ രക്തത്തോട് സാമ്യമുള്ള ചുവന്ന നിറം കലർത്തി. ഹാത്തോർ നടന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന വയലുകളിലേക്ക് അവർ ഈ സിന്ദൂരദ്രാവകം ഒഴിച്ചു. കട്ടച്ചോര നിറഞ്ഞ നദിക്ക് കുറുകെ ദേവി വന്നപ്പോൾ അവൾ ഒന്നു നിന്നു. രക്തത്തോടുള്ള കൊതിയും ദാഹവും കാരണം അത് രക്തമാണെന്ന് തെറ്റിദ്ധരിച്ച് അവളെ ആ ദ്രാവകത്തിലേക്ക് ആകർഷിച്ചു. ഈ തന്ത്രത്തെക്കുറിച്ചറിയാതെ ഹാത്തോർ അത് ആവോളം കുടിച്ചു. മദ്യത്തിൻ്റെ വീര്യം അവളുടെ ക്രോധത്തെ തളർത്തി. അവളുടെ ശക്തി ക്ഷയിച്ചു. മദ്യപാനത്തിനിടയിൽ അവൾ തൻ്റെ നാശത്തിൻ്റെ ദൗത്യം മറന്നു. മയക്കം കൊണ്ട് ആടി ഉലയാൻ തുടങ്ങി. ഒടുവിൽ ഹാത്തോർ തളർന്നു. അവളുടെ ഉഗ്രമായ കോപം അവളെ സൗമ്യതയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ലോകം മുഴുവൻ നിശബ്ദമായി. അവളുടെ കോപത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നുപോയി. അപ്പോൾ റായ് അവളെ സ്വർഗത്തിലേക്ക് പിൻവലിച്ചു. മനുഷ്യരാശിയെ സമ്പൂർണ്ണ നാശത്തിൽ നിന്ന് ഒഴിവാക്കി. അന്നു മുതൽ ദൈവകോപത്തിന് വിധേയരാകുന്നതിൻ്റെ അപകടം മനസ്സിലാക്കി മനുഷ്യർ ഭയഭക്തിയോടെ റായെ ആദരിച്ചു. അങ്ങനെ റായുടെ ക്രോധത്തിൻ്റെയും ഹാത്തോറിൻ്റെ പ്രതികാരത്തിൻ്റെയും കഥ ജനങ്ങളുടെ ഹൃദയത്തിൽ മായാതെ പതിഞ്ഞു. അതൊരു മുന്നറിയിപ്പായും വാഗ്ദാനമായും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു.